ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മിഥുസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് തരണം. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്കിന് എസൻസോ കളറോ ഒന്നും ചേർക്കണ്ട, ഓവൻ പോലും വേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 3/4 ഗ്ലാസ് പഞ്ചസാര. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 ഗ്ലാസ് എടുക്കാം പഞ്ചസാര. മധുരം കുറച്ച് മതി, അതുകൊണ്ട് 3/4 ഗ്ലാസ് എടുത്തു. പിന്നെ അടുത്തതായിട്ട് ബേക്കിംഗ് പൗഡർ 1/2 സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 സ്പൂൺ, അതുപോലെ ഏലയ്ക്ക 4 എണ്ണം, അതിൻ്റെ തൊലി കളഞ്ഞ് കുരു മാത്രം എടുത്തോളൂ, 3 മുട്ടയും, പിന്നെ മൈദ 2 ഗ്ലാസ്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിക്കാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടതുകൊണ്ട് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 പ്രാവശ്യം ഒന്ന് അരിക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിസ്മിസോ കാഷ്യൂ നട്ടോ ആൽമണ്ടോ പീനട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. ഇപ്പം ഞാൻ ഇവിടെ ഇടുന്നില്ലെന്നേ ഉള്ളൂ. കട്ടിയുള്ള ഒരു തവ വെച്ചിട്ട് ഇതൊന്ന് ചൂടാവാൻ വെക്കണം. ചൂടായതിന് ശേഷം നമ്മുടെ കുക്കർ ഇതിൻ്റെ പുറത്തേക്ക് വെക്കണം. അപ്പം ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുക്കർ വയ്ക്കുക. കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് വേണം വയ്ക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുക്കർ 1 മണിക്കൂർ വെച്ചേക്കണം. 1.25 മണിക്കൂറാണ് പറയുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം വെന്തോന്ന്. വെന്തിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ റെഡിയായോ നോക്കാം. അതാ ഏകദേശം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നിൽക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നോക്കൂ, നല്ല കേക്ക്. ഇത് കഴിച്ച് നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിച്ച് നോക്കാനേ. തൊടുമ്പോഴേ ഇളകി വരും. അത്രയ്ക്ക് നല്ല
നല്ല സോഫ്റ്റും നല്ല കേക്കാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.